ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോൻ്റെ മാസ്റ്റർ എഡ്ജ് വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട്. നമുക്കതിനകത്ത് ജോബ് കാർഡിൽ പറഞ്ഞിരിക്കുന്ന കംപ്ലയിൻ്റ് ഒന്ന് പെട്രോൾ ലീക്കിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുക, സീറ്റ് ലോക്ക് ചെക്ക് ചെയ്യുക. ആ സീറ്റ് ലോക്ക് ആവണില്ല എന്നുള്ളതാണ് കംപ്ലയിൻറ്റ്. സീറ്റ് ലോക്കിൻ്റെ കംപ്ലയിൻറ്റ് ശരിക്കും ഈ കേബിള് ഔട്ടർ വലിഞ്ഞ് പോയേക്കാണ്. ഈ സീറ്റിൻ്റെ കേബിൾ മാറ്റിയിട്ട് കഴിഞ്ഞാൽ അത് റെഡി ആയിക്കോളും. സീറ്റിൻ്റെ ലോക്കുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ്. പിന്നെ നമ്മളതിൻ്റെ എഞ്ചിൻ ഓയിലിൻ്റെ ഭാഗം ചെക്ക് ചെയ്തു. എഞ്ചിൻ ഓയിൽ നമ്മൾ നോക്കുമ്പോൾ നല്ല ഓയിലാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓയിൽ മാറ്റേണ്ട ഒരു ടൈം ആയിട്ടുണ്ടോയെന്ന് വെച്ചാൽ നിലവിൽ കളർ വെച്ച് നോക്കുമ്പോൾ നമുക്ക് 100% പറയാൻ പറ്റില്ല. പക്ഷേ ഓയിൽ നല്ല ഓയിലായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം 3000 കിലോമീറ്ററൊക്കെ ഓടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കളർ നോക്കണമെങ്കിൽ കഥയില്ല, മാറ്റി കളഞ്ഞോ. പിന്നെ പറഞ്ഞിരിക്കുന്ന കംപ്ലയിൻറ്റ് പെട്രോളിൻ്റെ സ്മെല്ല്, അത് പെട്രോൾ ലീക്ക് ഉണ്ടെന്നാണ് പറഞ്ഞത്. നമ്മളിത് ഇന്നലെ അഴിച്ച് വെച്ചാണ്. ഇന്നലെ അഴിച്ച് വെച്ച് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി, പെട്രോളിൻ്റെ വാക്വം ലോഡ് ചെയ്ത് നോക്കി. അപ്പോൾ നിലവിൽ നമുക്ക് പെട്രോൾ ലീക്കിൻ്റേതായിട്ടുള്ളൊരു കംപ്ലയിൻറ്റ് പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. പിന്നെ കോമൺ ആയിട്ട് ഈ മോഡൽ വണ്ടികളിൽ വരുന്നൊരു കംപ്ലയിൻറ്റ് കാർബറേറ്റർ പെട്രോൾ ഓവർഫ്ലോ വരാമെന്നുള്ളതാണ്. കാർബറേറ്റർ ഓവർഫ്ലോ ആയിട്ട് പെട്രോൾ പുറത്ത് വരുന്ന ഒരു കംപ്ലയിൻറ്റ് ഉണ്ട്. അപ്പോൾ നിലവിൽ ഇപ്പോൾ പ്രത്യക്ഷത്തിൽ അതിൻ്റെ ലക്ഷണമൊന്നുമില്ല. ഈ പ്രത്യേകിച്ച് നമുക്ക് ഇത് BS3 മോഡൽ മാസ്റ്റർ എഡ്ജാണ്. അതിൻ്റെ കാർബറേറ്റർ കോമൺ ആയിട്ട് കംപ്ലയിൻറ്റ് കാണിക്കാൻ സാധ്യതയുള്ള കാർബറേറ്ററാണ്. അപ്പോൾ നിലവിൽ നമ്മളിപ്പോൾ അഴിച്ച് ക്ലീൻ ചെയ്താൽ 100%, ഇപ്പോൾ നിലവിൽ പെട്രോൾ ഓവർഫ്ലോ ഇല്ല. ഇനിയിപ്പോൾ നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താലും ഈ പറഞ്ഞ രീതികൾ ഇപ്പോൾ കാണിച്ചില്ലെങ്കിലും ചിലപ്പോൾ കൈയോടെ തന്നെ കാണിക്കാം. പെട്രോളിൻ്റെ ഓവർഫ്ലോ കംപ്ലയിൻറ്റോ അതല്ലെങ്കിൽ മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻറ്റോ കാണിച്ചേക്കാം. ഇനി അതല്ലെങ്കിൽ കുറച്ച് ഓടിക്കഴിഞ്ഞാൽ സെയിം പ്രോബ്ലം വീണ്ടും വന്നേക്കാം. ഇപ്പം നിലവിലില്ലെങ്കിലും പിന്നീടായാലും കാണിച്ചേക്കാം. അപ്പോൾ നിലവിൽ അത് നോക്കിയിട്ട് പറയാം. കാരണം ഇത് അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 500 രൂപ താഴെ നമുക്ക് ചിലവുണ്ട്. 490 കൊടുത്ത് നമുക്ക് കാർബറേറ്റർ ക്ലീൻ ചെയ്യാനായിട്ട് മാത്രം ചിലവ് വരും. കാർബറേറ്റർ ക്ലീനർ വരും, അതിൻ്റെ സർവീസ് ചാർജും കാര്യങ്ങളൊക്കെ വരും. ഏകദേശം ഒരു 490 കൊടുത്ത് തന്നെ ഉണ്ട്. അതിപ്പോൾ നിലവിൽ അഴിച്ചിട്ട് പെട്രോൾ കൈയോടെ തന്നെ ഓവർഫ്ലോൻ്റെ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ പിന്നെ കാർബറേറ്റർ അസംബ്ലി മാറ്റി വയ്ക്കാനാണ് പറ്റുള്ളൂ. ഇത് നമ്മൾ പറയേണ്ട കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു 10 വണ്ടി എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു 5 വണ്ടിക്കും ഇതേപോലെ റിപ്പീറ്റ് കംപ്ലയിൻറ്റ് കാണിക്കാറുണ്ട്. ചിലത് പെട്ടെന്ന് തന്നെ കംപ്ലയിൻറ്റ് കാണിച്ച് കൈയോടെ മാറ്റേണ്ടി വരാറുണ്ട്. അപ്പോൾ ഒരു പക്ഷേ നമ്മളിപ്പോൾ അഴിച്ച് ക്ലീൻ ചെയ്ത് നോക്കുന്ന സമയത്ത് കാർബറേറ്റർ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് കാണിച്ചാൽ അത് മാറ്റാൻ തയ്യാറാണെങ്കിൽ മാത്രം അത് അഴിച്ചാൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ തന്നെ ഉപയോഗിച്ചുകൊണ്ട് കിടക്കുക. പ്രത്യക്ഷത്തിൽ നമുക്ക് നോക്കുമ്പോൾ അതൊരു മേജർ ഇഷ്യൂ ആയിട്ട് നമുക്ക് തോന്നണില്ല. തൽക്കാലം ഒന്നും ചെയ്യാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. നേരെ മറിച്ച് ഓവർഫ്ലോൻ്റെ പ്രോബ്ലം വരാണെങ്കിൽ കാർബറേറ്റർ അസംബ്ലി മാറ്റുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ പോലെ മാത്രമാണ് അത് അഴിക്കാൻ പാടുള്ളൂ. ഓവർഫ്ലോ കംപ്ലയിൻറ്റ് കാണിച്ചാൽ കാർബറേറ്റർ മാറ്റാൻ കണക്കാക്കി തന്നെ നമ്മൾ കഴിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അഴിച്ച് ചിലപ്പോൾ വണ്ടി കൊണ്ടുപോകാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനത്തെ ഒരു കേസുണ്ട്. മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് ഇപ്പം നിലവിൽ വണ്ടിക്ക് വേറൊരു ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റോ പ്രോബ്ലംസോ ഒന്നും ഇല്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് നിലവിൽ കംപ്ലയിൻറ്റ് ഇല്ല എന്നായിരിക്കില്ല, ചിലപ്പോൾ ഇടയ്ക്ക് വന്നുണ്ടാവാം. അത് നമ്മൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇല്ലാത്തത് കൊണ്ട് തൽക്കാലം ഒന്നുപോലെ സ്കിപ്പ് ചെയ്ത് വിടാം. അതല്ലെങ്കിൽ നമുക്ക് ഈ റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ കാർബറേറ്റർ നമുക്ക് അഴിച്ചു നോക്കാം, അഴിച്ച് ക്ലീൻ ചെയ്യാം, റീസെറ്റ് ചെയ്യാം. ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പെട്രോൾ വരുന്നത് E20 പെട്രോളാണ്, എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോൾ. അത് നമുക്ക് കാർബറേറ്റർ മോഡൽ വണ്ടികളിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ട്. ഒട്ടുമിക്ക വണ്ടികളിലും കാർബറേറ്ററിൻ്റെ കംപ്ലയിൻറ്റ്സ് കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ എടുത്ത് പറയണതിൻ്റെ കേസ്. അപ്പോൾ നോക്കിയിട്ട് വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, അഴിച്ച് ക്ലീൻ ചെയ്യണോ അതല്ലെങ്കിൽ തൽസ്ഥിതി തുടർന്നാൽ മതിയോ എന്നുള്ള ദിവസം നോക്കിയിട്ടൊന്ന് പറയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളതിൽ നോക്കിയിട്ട് ഒരു എസ്റ്റിമേറ്റ് പറയാം. സീറ്റ് കേബിൾ കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റേണ്ടി വന്നെ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം. എഞ്ചിൻ ഓയിലിൻ്റെ കേസും ഈ പറഞ്ഞ രീതിയിൽ 3000 കിലോമീറ്റർ ആയിട്ടുണ്ടെങ്കിൽ മാത്രം മാറ്റിയാൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ അതേ രീതിയിൽ തന്നെ ഉപയോഗിക്കാം.